ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചിക്കൻ കറി ബാലൻസ് ഉള്ളത് കണ്ടതുകൊണ്ട് പിന്നെ ഞാനിന്ന് ചപ്പാത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചിക്കൻ കറി നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ലീവുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മിഷു ഒക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഷുവിന് ഞാനങ്ങനെ ചായ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ മിഷുവിന് ചായ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പം എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പം ഇന്ന് ലീവുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയപ്പോൾ പിന്നെ നമ്മൾ വേഗം ചായ കുടിക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മുറ്റടിച്ചു വരാനായിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ചൂലുകൊണ്ടാണ് കേട്ടോ മുറ്റടിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചൂല് കണ്ടിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചൂലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ അടിച്ചു വരാനുണ്ട് കേട്ടോ. അപ്പം അമ്മ ഇങ്ങനത്തെ കുറുന്തോട്ടി ചൂലുകൊണ്ടാണ് കേട്ടോ അടിച്ചു വാരൽ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ 2 എണ്ണം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡ് അടിച്ചു വരാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സുഖമുണ്ട് ഈ ഒരു ചൂലുകൊണ്ട് അടിച്ചു വരാൻ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ പഴയ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചൂലാണിട്ടത്, കുറുന്തോട്ടി ചൂല് എന്ന് പറയട്ടോ. അപ്പം നമ്മളിങ്ങനെ രാവിലെ മുറ്റൊക്കെ അടിച്ച് വരികയാൽ നമുക്ക് ശരീരത്തിന് നല്ലൊരു വ്യായാമം കൂടിയാണ് കേട്ടോ. അപ്പം എനിക്ക് മുറ്റൊക്കെ അടിച്ചു വരുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് അധികം മുറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പം പിന്നെ നമുക്ക് കുറച്ചുള്ളല്ലോ മുറ്റൊക്കെ അടിച്ചു വരാൻ. അപ്പോൾ പിന്നെ ഈ റോഡൊക്കെ അടിച്ചു വരുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ മുറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് അടിച്ചു വരുമ്പോൾ പിന്നെ ഒരു മടുപ്പൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അധികം മുറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അടിച്ചു വരുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ലീവായതുകൊണ്ട് തന്നെ പണിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഒരുക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഉണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത് ഈ ചൂലോണ്ട് അടിച്ചു വരാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നീളല്ല കുറുന്തോട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചൂല് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല സുഖമാണ് കേട്ടോ മുറ്റടിച്ചു വരാനായിട്ട്. അപ്പോൾ ഈ ചൂലും കൂടി കിട്ടിയപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ മുറ്റടിച്ചു വരൽ. അപ്പോൾ ഞാൻ എന്നൊന്നും ഇവിടെ അടിച്ചു വാരലില്ല കേട്ടോ. അപ്പോൾ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ട് അടിച്ചു വാരൽ. അങ്ങനെ നമ്മളെ മുറ്റം കൂടി അടിച്ചു വാരിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം കുക്കിങ്ങിനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ലീവായതുകൊണ്ട് തന്നെ വലിയ അർജൻറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുപ്പത്ത് തന്നെ ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം സാവധാനത്തിലാട്ടെ എല്ലാ പണി എടുക്കാൻ നിന്നത്. എന്നാലും എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ പണി പെട്ടെന്ന് തീർത്താൽ നമുക്ക് അടുക്കള പണി ഒരു ഭാരമില്ലാതെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടുപ്പിൽ തീ പിടിച്ച് കിട്ടിയാൽ പിന്നെ നല്ല ഉഷാറായിട്ട് കത്തുട്ടോ. അതേപോലെ തന്നെ കുക്കിങ്ങും തന്നെ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ ഞാൻ തീ ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ട് കത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രം കൊണ്ടൊന്ന് മിന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കത്തുന്നുണ്ട് കേട്ടോ.
തിളപ്പിച്ചതിന് ശേഷം പിന്നെ കറിവേപ്പിലിൻ്റെ ഒരു കൊമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാഴ്ചക്ക് എന്തായാലും നിൽക്കട്ടെ, ഇങ്ങനെ ഒന്ന് ഊരിയിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചീഞ്ഞ് പോകുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഒരാഴ്ചക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ കുപ്പിയിലാക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വെള്ളമൊക്കെ ചൂടായപ്പോൾ പിന്നെ വേഗം അരി ഇട്ട് കൊടുക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മിഷുണ്ട് കേട്ടോ, എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ അടുപ്പിൽ ഊതിയോണ്ട്. അപ്പം അങ്ങനെ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ പിന്നെ ഞാൻ അരി ഒന്ന് ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് പിന്നെ അങ്ങനെ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചിരങ്ങക്കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പുളിയൊക്കെ ചേർത്തിട്ടുള്ള ചിരങ്ങക്കറിയായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ബീഫും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ബീഫൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചിരങ്ങൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ ചിരങ്ങിൻ്റെ താത്ത കൊണ്ടുവന്ന ചിരങ്ങയുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയിലും കാണുന്നുണ്ടാവൂലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം തേങ്ങ അരച്ച വെള്ളക്കറി ഉണ്ടാക്കിട്ടോ. പിന്നെ ഒരു ദിവസം ചിരങ്ങ താളിപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ദിവസം തേങ്ങ അരച്ച പുളിക്കറി ഉണ്ടാക്കാനായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ ടേസ്റ്റിലുള്ള കറി ഉണ്ടാക്കാതെ വ്യത്യസ്ത ടേസ്റ്റിൽ ഉണ്ടാക്കിയാൽ പിന്നെ ആർക്കും ഒരു മടുപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ തേങ്ങ അരച്ച പുളിക്കറി ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത്. മോരുകറി പോലത്തെ പുളിക്കറി ഇല്ല, അതാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ മീഷോന് വാങ്ങട്ടെ. അപ്പോൾ ഞാൻ മീഷോന് ഒരു ചെറിയൊരു പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനൊന്ന് കട്ട് ചെയ്ത് പഠിക്കട്ടെ വിചാരിച്ചിട്ട് ഞാനൊരു കഷ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനക്ക് ഞാൻ കട്ടിങ് ബോർഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓനൊന്ന് കട്ട് ചെയ്തോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിരങ്ങൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് കുക്കറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചിരങ്ങ കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 2 പച്ചമുളകും പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിനൊപ്പം വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാണ് കേട്ടോ. കറിക്കുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ചെറിയുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണ് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കറിക്കുള്ള തേങ്ങയൊക്കെ
ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചോറൊക്കെ വേവായിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോറ് കിട്ടുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ബീഫൊക്കെ കഴുകിയെടുത്തിന് കേട്ടോ. അപ്പം അങ്ങനെ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം മസാലയൊക്കെ ചേർത്തിട്ടുള്ള കായത്തിലുള്ള ഒരു ബീഫ് വരട്ടാട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു തക്കാളി, പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീഫ് ഞാനൊരു 3/4 കിലോ ബീഫാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഒരു ലേശം ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 3/4 കിലോ ആണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വലിയ ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോൾ തന്നെ ഇത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടിൻ്റെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വിറകടുപ്പിൽ തന്നെ ഇങ്ങോട്ട് വേവിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോറ് ഊറ്റി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങോട്ട് റെഡിയാക്കിയതുകൊണ്ട് ചോറ് വെന്ത അടുപ്പിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ബീഫ് വേവിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ബീഫ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടുപ്പത്തൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് റെഡിയാക്കി വെച്ചാലാണ് നമുക്ക് പെട്ടെന്ന് വിറകടുപ്പിലൊക്കെ കുക്കിംഗ് തീർക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ചോറുമായി പിന്നെ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചിരങ്ങയൊക്കെ അത് നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ അരച്ച അരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ തന്നെ നമ്മളെ ചിരങ്ങയൊക്കെ വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചിട്ട് പിന്നെ നമ്മളെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ പിന്നെ ഞാൻ വേഗം കറി ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുകും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള ചിരങ്ങ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളം കൊണ്ട് കറി വെച്ച് അതേപോലത്തെ ടേസ്റ്റിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ചിരങ്ങ കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബീഫൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ വേഗം തന്നെ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ മോര് കറിയും ബീഫും പപ്പടം നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഞാൻ വേഗം അങ്ങനെ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമുക്ക് കുറച്ച് അധികം പാത്രം ഉണ്ടായിട്ട് കഴുകാൻ. അപ്പോൾ ഞാൻ അങ്ങനെ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണേ.
അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ കഴിക്കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ബീഫൊക്കെ ഏകദേശമൊക്കെ വേവായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു വലിയുള്ളി ഒന്ന് വാട്ടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട്. പിന്നെ ബീഫൊക്കെ ഏകദേശമൊക്കെ വേവായിക്കുന്നുണ്ടോ. അപ്പോൾ പിന്നെ ഉള്ളി വാട്ടിയത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബീഫ് ഉള്ളിയൊക്കെ വാട്ടിയിട്ടതിന് ശേഷം പിന്നെ ഞാനിത് കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് നേരം കൂടി അടുപ്പത്ത് അങ്ങനെ ബീഫ് വെച്ചിട്ടോ. പിന്നെ ഞാൻ വേഗതാകൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പനോയിലൊക്കെ ഒഴിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണേ. അപ്പോൾ നമ്മൾ അകത്ത് അധികം ചളിയൊന്നുമില്ല, എന്നാലും തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ ദിവസവും തുടക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹാളൊക്കെ തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ അടുക്കളയൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ മെഷീനിൽ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയിട്ട് പിന്നെ ഞാനതൊക്കെ ഒന്ന് വെയിലത്തൊന്ന് കൊണ്ടുപോയിടുകയാണ്. അപ്പം അങ്ങനെ ഡ്രസ്സൊക്കെ വെയിലത്തിട്ടതിന് ശേഷം പിന്നെ നമ്മളെ കുളി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിരങ്ങ കൊണ്ടുള്ള മോരുകറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ നാടൻ രീതിയിലുള്ള ബീഫ് വരട്ടും തന്നെ നല്ല ടേസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണേ. അപ്പോൾ ഇവിടെ മലപ്പുറത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കേട്ടോ മോരുകറിയും ബീഫും പപ്പടം എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഇവിടെ മലപ്പുറത്തുകാർക്ക് നല്ല പ്രിയപ്പെട്ടൊരു ഭക്ഷണം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ
ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.